ഓക്കെ ഗൈസ്, വെൽക്കം ബാക്ക് ടു മീരു ചാനൽ. നമ്മൾ ബൈക്കിൽ മിസ്സിങ്ങിനുണ്ടാവേണ്ട കാരണങ്ങളും അതൊക്കെ എങ്ങനെ സോൾവ് ചെയ്യാമെന്നാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ എല്ലാ ടോപ്പിക്കൊന്നും കവറും ചെയ്യുന്നില്ല. ഇത്ര നാൾ എൻ്റെ കയ്യിൽ വണ്ടി ഇരുന്നതിന് ശേഷം എനിക്ക് മിസ്സിങ് അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട്. അതൊക്കെ എങ്ങനെയാണ് സോൾവ് ആക്കിയത്, ആ ഒരു പാർട്ട് മാത്രമായിരിക്കും ഞാൻ ഈ വീഡിയോയിൽ മെയിനായിട്ട് ഫോക്കസ് ചെയ്യാൻ പോകുന്നത്. മിസ്സിങ് വന്നു കഴിഞ്ഞാൽ ആദ്യം നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് എയർ ഫിൽറ്ററാണ്. നമുക്ക് വേണമെങ്കിൽ നമ്മൾ എയർ ഫിൽറ്റർ ചെക്ക് ചെയ്യാം. പക്ഷേ എൻ്റെ വണ്ടിയുടെ കാര്യം പറയുകയാണെങ്കിൽ എൻ്റെ വണ്ടിയുടെ ടാങ്കും കാര്യങ്ങളും മൊത്തം അയച്ചാൽ എയർ ഫിൽറ്റർ ഒന്ന് ചെക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിനുവേണ്ടി മുമ്പ് വേണമെങ്കിൽ നമുക്ക് നമ്മളെ സ്പാർക്ക് പ്ലഗ് ഒക്കെ ചെക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ എൻ്റെ വണ്ടിയിൽ ഒരു ത്രിബിൾ സ്പാർക്ക് ഇഗ്നിഷൻ സിസ്റ്റം വരുന്നത്. അപ്പോൾ ഇതിൽ ഒരു സ്പാർക്ക് പ്ലഗ് അല്ല, എൻ്റെ 3 സ്പാർക്ക് പ്ലഗ് ഉണ്ട്. ഇവിടെയും അപ്പുറ സൈഡിലും പിന്നെ ടോപ്പിലായിട്ട് ഒരെണ്ണമുണ്ട്. അപ്പോൾ അത് 3 ചെക്ക് ചെയ്തിട്ട് ഈ സ്പാർക്ക് പ്ലഗിൽ കംപ്ലൈൻറ്റ് ചെയ്തതെന്ന് വെച്ചാൽ ഒന്നില്ലെങ്കിൽ സ്പാർക്ക് പ്ലഗിൽ ഓവറായിട്ട് കരിയും കാര്യങ്ങൾ കരിഞ്ഞിരിക്കും, ഇല്ലെങ്കിൽ സ്പാർക്ക് പ്ലഗിൻ്റെ ഗ്യാപ്പ് ഉണ്ട് 2 ടോപ്പിൽ ആ ഇലക്ട്രോഡും ആ സ്പാർക്ക് പ്ലഗിൻ്റെ ടോപ്പ് അത് കുറവാണെങ്കിലും മിസ്സിങ് വരും. അത് വേണമെങ്കിൽ ക്ലീൻ ചെയ്തിടാം, അല്ലെങ്കിൽ ഗ്യാപ്പ് കറക്റ്റ് അഡ്ജസ്റ്റ് ചെയ്തിടുമ്പോഴത്തേക്ക് അത് ശരിയാവും. അല്ല സ്പാർക്ക് പ്ലഗ് കംപ്ലൈൻ്റ് ആണെങ്കിൽ അത് പിന്നെ മാറിയാലേ പറ്റൂ. പിന്നെ എയർ ഫിൽറ്റർ ജസ്റ്റ് ഒന്ന് അയച്ച് നോക്കുമ്പോൾ അറിയാൻ പറ്റും എത്രമാത്രം അതിൽ കരിയും കാര്യങ്ങളും കയറിയിരിപ്പുണ്ടെന്ന്. അതിൽ ഒരുപാട് സ്ലഡ്ജൊക്കെ ഒന്ന് അടിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എഞ്ചിന് ആവശ്യമായിട്ടുള്ള എയർ കിട്ടാതെ അങ്ങനെയാണ് നമുക്ക് മിസ്സിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നത്. പിന്നെ അടുത്തൊരു കാര്യമെന്ന് വെച്ചാൽ കാർബറേറ്ററിൽ കരട് കയറിയാലും നമുക്ക് ഇതേപോലത്തെ മിസ്സിങ് ഉണ്ടാവും. അത് കാർബറേറ്റർ അയച്ച് ചെക്ക് ചെയ്താൽ മാത്രമേ അറിയാൻ പറ്റൂ. കാർബറേറ്റർ കരട് കയറിയാൽ മാത്രമല്ല, നമ്മൾ ഒരുപാടൊക്കെ ഓടിക്കഴിഞ്ഞാൽ വേക്കം പിസ്റ്റൺ കംപ്ലൈൻ്റ് ആണെങ്കിലും നമുക്ക് ഇതേ മിസ്സിങ്ങിൻ്റെ പ്രശ്നം ഉണ്ടാവും. അപ്പോൾ എനിക്ക് ഞാൻ കാർബറേറ്റർ ക്ലീൻ ചെയ്യാൻ വേണ്ടി മിസ്സിങ് കാരണം അയച്ച സമയത്ത് എൻ്റെ വേക്കം പിസ്റ്റൺ ഡാമേജ് ആയിരുന്നു. അപ്പോൾ ആ വേക്കം പിസ്റ്റൺ ഞാൻ മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു പാർട്ടുണ്ട്, ഇതാണ് നമ്മുടെ വണ്ടിക്കകത്ത് വരുന്ന വേക്കം പിസ്റ്റൺ. അതുകൂടെ മാറിയാൽ അത് ശരിയാവും. ബൈക്കിൻ്റെ പെട്രോൾ ടാങ്കിൻ്റെ അകത്ത് വെള്ളം ഇറങ്ങിക്കഴിഞ്ഞാലും മിസ്സിങ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് മഴ സമയത്താണ് മിസ്സിങ് കാണിക്കുന്നതെങ്കിൽ ഉറപ്പിച്ചോ ടാങ്കിൻ്റെ അകത്ത് വെള്ളം ഇറങ്ങുന്നുണ്ട്. അതെങ്ങനെ ചെക്ക് ചെയ്യാമെന്ന് വെച്ചാൽ ഇറങ്ങിയാൽ ചെക്ക് ചെയ്യാനല്ല, എങ്ങനെ ഇറങ്ങണം എന്നറിയാൻ വേണ്ടി നമ്മൾ ടാങ്ക് അയച്ചു കഴിഞ്ഞാൽ നമ്മുടെ മഴയത്തൊക്കെ വരുന്ന വെള്ളം ഈ ടാങ്കിൻ്റെ ഈ ഒരു സൈഡിലായിട്ടൊരു ഹോൾ കാണും. അതുവഴിയാണ് ഡ്രെയിനൗട്ടായി താഴെ വരെ പോകുന്നത്. ആ ഹോൾ അടഞ്ഞു കഴിഞ്ഞാൽ വെള്ളം ഇതിലിറങ്ങുന്ന മൊത്തം ഡയറക്റ്റ് നമ്മുടെ ടാങ്കിൻ്റെ അകത്തോട്ട് ഇറങ്ങുകയും അങ്ങനെ നമ്മളെ വണ്ടിക്ക് നല്ല രീതിയിലുള്ള മിസ്സിങ്ങും കാര്യങ്ങളൊക്കെ കാണിക്കാനും ചാൻസ് ഉണ്ടെന്നല്ല, കാണിക്കും. അത് എനിക്ക് ഈ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. പക്ഷേ അതിന് കാരണം ഞാൻ ഇടയ്ക്കിടയ്ക്ക് അത് മഴ സമയത്ത് ആകുമ്പോൾ ചെക്ക് ചെയ്യും, അല്ലെങ്കിൽ അതിൻ്റെ അകത്ത് മറ്റേ ഒരു എയർ അടിച്ച് അല്ലെങ്കിൽ മറ്റേ പഴയ ആക്സിലേറ്ററിൻ്റെ കേബിളൊക്കെ ഒന്ന് കുത്തിയിട്ട് ആ ഹോൾ ഞാൻ ഒന്ന് ക്ലീൻ ചെയ്ത് നോക്കിയിട്ട് കുറച്ച് വെള്ളം വെച്ച് ഞാൻ ടെസ്റ്റും ചെയ്ത് നോക്കിയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ആ ഒരു ഭാഗത്ത് നിന്ന് മിസ്സിങ് ഇതുവരെയും ഉണ്ടായിട്ടില്ല. നമുക്ക് മെയിനായിട്ട് മെക്കാനിക്കൽ സൈഡിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. പിന്നെ നമ്മളെ ഇലക്ട്രിക്കൽ സൈഡിലുള്ള ചില പ്രശ്നങ്ങൾ കാരണവും നമുക്ക് മിസ്സിങ് ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ ഇതിൻ്റെ അകത്തൊരു CDI യൂണിറ്റ് വരും. ആ ഒരു യൂണിറ്റിന് ഡാമേജ് സംഭവിച്ചെന്നാലും അതും CD യൂണിറ്റ് അങ്ങനെ നമുക്ക് ഡയറക്റ്റ് റിപ്ലേസ് ചെയ്യേണ്ട ഒരു ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. നമുക്ക് റിപ്പയർ ചെയ്യാനും കാര്യങ്ങൾക്കൊന്നും പറ്റുന്നില്ല. പിന്നെ എനിക്ക് വേറെ മിസ്സിങ് എന്ന കാര്യം വെച്ചാൽ നമ്മളെ എൻ്റെ വണ്ടിയിലാണെങ്കിൽ ഇപ്പോൾ 2 എണ്ണം ഉണ്ട്. ഇവിടെ ഒരു HT കോയിൽ അങ്ങനെ എന്തൊരു സാധനമുണ്ട്, എൻ്റെ പേര് എനിക്ക് കറക്റ്റ് അറിയില്ല, എങ്കിലും ഞാൻ അത് മാറിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ തോന്നുന്നു, ഇവിടെ ആയിട്ടൊരു പാട്ടുണ്ട്, അതേ കണക്ക് ഇപ്പുറത്തുണ്ട്. ആ ഒരു ഇതിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിലും നമുക്ക് മിസ്സിങ് വണ്ടിക്ക് ഉണ്ടാവും. അപ്പോൾ അത് നമുക്ക് ചെക്ക് ചെയ്യാൻ വേണ്ടി അത് അയച്ചിട്ട് പ്രത്യേകിച്ചുള്ള പണികളൊന്നും നടക്കേണ്ടില്ല. അതും നമ്മുടെ CD യൂണിറ്റൊക്കെ വല്ല പ്രശ്നം വന്നു കഴിഞ്ഞാൽ മാറാനേ പറ്റൂ. അപ്പോൾ ഇത് എൻ്റെ കാർബറേറ്റർ വണ്ടി ആയതുകൊണ്ടാണ് ഞാൻ കാർബറേറ്റർ അയച്ച് ക്ലീൻ ചെയ്യണം. പിന്നെ വേക്കം പിസ്റ്റനൊക്കെ മാറുന്ന കാര്യം പറഞ്ഞത്, ഇതൊക്കെ ഒരു ഫ്യൂൽ ഇഞ്ചക്ടർ വണ്ടി ആയിരുന്നെങ്കിൽ അതിൻ്റെ ത്രോട്ടിൽ ബോഡിയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം. പിന്നെ ഇഞ്ചക്ടർ ഷോറൂമിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവരയച്ച് അതിൻ്റെ ഒരു ഫിൽറ്ററുണ്ട്, അത് നല്ല ക്ലീൻ ചെയ്ത് തരും. അപ്പോൾ അല്ലാതെ നമ്മൾ ഒരുപാട് എണ്ണ ലെവലൊക്കെ കുറച്ചിട്ട് ഓടിക്കഴിഞ്ഞാൽ നമ്മളെ ഫ്യൂൽ ഇഞ്ചക്ടറിന് ഡാമേജ് വരും. അതിനും ചിലപ്പോൾ മിസ്സിങ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ വീഡിയോ എല്ലാം നമുക്കൊരു പവറിൻ്റെ ലാഗായിട്ട് തോന്നുന്ന കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഈ ത്രോട്ടിലുണ്ട്, ഈ ത്രോട്ടിൽ കേബിളിനൊരു ചെറിയ പ്ലേ കാണും. ഇപ്പോൾ എൻ്റെ എത്ര പ്ലേയാണുള്ളത്, അത് ഓവറായിട്ട് കിടന്നാലും നമുക്ക് വണ്ടിയൊന്നും മിസ്സിങ് അല്ല, നമ്മൾ കൊടുക്കുന്ന അനുസരിച്ച് വണ്ടി കയറി പോയില്ലെന്ന് തോന്നും. ആ ഒരു പ്ലേ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ ഇവിടെ ഒരു സ്ഥലമുണ്ട്. അപ്പോൾ ഇതെങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ എൻ്റെ ചാനൽ തന്നെ ഞാൻ ഒരു വീഡിയോ ആയിട്ട് ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മൾ ചെയ്യാനൊക്കെ കറക്റ്റ് മെയിൻറ്റെയിൻ ചെയ്ത് ലൂബൊക്കെ ചെയ്ത് സ്ലാക്കൊക്കെ അഡ്ജസ്റ്റ് ചെയ്താൽ നമുക്ക് വണ്ടി കുറച്ചുകൂടെ ഒരു പെർഫോമൻസ് കിട്ടുന്ന രീതിയിൽ നമുക്ക് ഓടിക്കാൻ പറ്റും. പിന്നെ ഒരുപാട് മെക്കാനിക് സൈഡിലോട്ട് പോകാത്തതിൻ്റെ കാര്യം വെച്ചാൽ ഞാൻ ഒരു പ്രൊഫഷണൽ മെക്കാനിക്കല്ല. അപ്പോൾ അവരത്രയും ഒരു അറിവും കാര്യങ്ങളൊന്നും എനിക്കില്ല. പിന്നെ എൻ്റെ വണ്ടിയിൽ ഞാൻ അത്യാവശ്യം പണികളും കാര്യങ്ങളൊക്കെ ഞാൻ തന്നെ ചെയ്യും. എനിക്കിതിൽ കിട്ടിയിട്ടുള്ള പണികളും അതിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കിയ കാര്യങ്ങളൊക്കെ വെച്ചാൽ ഞാൻ വീഡിയോയും കാര്യങ്ങളൊക്കെ ഇടുന്നത്. പിന്നെ ഇത് അത്യാവശ്യം പണികളൊക്കെ ഞാൻ ചെയ്യും. പിന്നെ ഞാനൊരു മെക്കാനിക് എഞ്ചിനീയറാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഇതുണ്ട്. എങ്കിലും ഒരു പ്രൊഫഷണൽ മെക്കാനിക്ക് അങ്ങനെ ചെയ്ത് പണിതിട്ടുള്ള എക്സ്പീരിയൻസ് എനിക്കില്ല. അപ്പോൾ അതിൻ്റെ ഒരു പരിമിതികൾ കാണും. അപ്പോൾ ഞാൻ ഇതിൽ വണ്ടിയിൽ മിസ്സിങ് വരേണ്ട എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടില്ല. കാരണം എനിക്ക് പണി കിട്ടിയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഇത് ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. അപ്പോൾ വീഡിയോ യൂസ്ഫുൾ ആണെന്നായിരുന്നു. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്ക്. എൻ്റെ ഇൻസ്റ്റാഗ്രാമിലും കാര്യങ്ങളൊക്കെ ലിങ്കും കാര്യങ്ങളൊക്കെ എൻ്റെ അക്കൗണ്ടിൻ്റെ ബയോ തന്നെ ഞാൻ കൊടുത്തിട്ടുണ്ട്. പറ്റുമെങ്കിൽ അതുകൂടെ ഒന്ന് ഫോളോ ചെയ്യും. നമുക്ക് ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എൻ്റെ ഇൻസ്റ്റാ ID കൂടെയും ഇങ്ങനെ കമൻസിലേക്ക് കോൺടാക്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ദാറ്റ്സ് ഇറ്റ് ഫോർ ടുഡേ. പുതിയ വീഡിയോ കാണുന്നവരെ ബൈ.